All, welcome to my YouTube channel. Today we are going to discuss AVL tree deletion. Okay, so നമ്മൾ ബൈനറി സെർച്ച് ട്രീ ഡിലീഷൻ എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ബൈനറി സെർച്ച് ട്രീയുടെ ഡിലീഷൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, ഈ ഒരു നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? ബൈനറി സെർച്ച് ട്രീയുടെ ഡിലീഷൻ്റെ പ്രൊസീജിയർ 20 എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെയാണ് AVL ട്രീയുടെ ഡിലീഷൻ എന്ന് പറയുന്നത് നോഡിനെ. സോ ഡിലീഷൻ ഇൻ AVL tree. Deletion in AVL tree is similar. Deletion in AVL tree is similar to deletion in binary search tree. Okay, by followed by the rebalancing operation. നമ്മൾ ഏതെങ്കിലും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്താൽ ആ നോഡിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ നോഡ്സും ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ബാലൻസ്ഡ് അല്ല എങ്കിൽ റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ബാലൻസ്ഡ് ആക്കുക. After deleting a node, the balance factor or ancestor node will change. Okay, so അപ്പോൾ നമ്മളൊരു നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫാക്ടർ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ T1 എന്ന് പറഞ്ഞാൽ ഇപ്പം വൈയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈയെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രീയിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യുക. ഈ ബാലൻസ് ഫാക്ടർ -1, 1, 0 അല്ല എങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എന്താക്കാൻ പറ്റുമോ, എന്താക്കണം, ബാലൻസ് ആക്കണം. ഓക്കെ, so the type of rotation depends upon the balance factor of the affected node and its children. So the time complexity of deletion remains big of log n due to the balanced nature of the tree. And tree height log n ആയിരിക്കും AVL tree. അതുകൊണ്ടാണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് ലോഗ് n വരുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യുമെന്ന് നോക്കാം. AVL tree ഡിലീഷൻ ആണ്. AVL tree insertion, AVL tree deletion. AVL tree deletionൻ്റെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇല്ല മിസ്സേ, വീഡിയോ റെക്കോർഡ് ചെയ്യുമോ? AVL tree deletion. സോ AVL tree deletion പറയാൻ പോകുന്നത് ഫസ്റ്റ് ഈ കുറച്ച് സ്റ്റെപ്പ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് എഴുതിയെടുക്കുക, പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, 7th സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് y ഈസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് എക്സ് ആൻഡ് z ഈസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് y, ദെൻ പെർഫോം RR റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ എക്സ് എന്ന് പറഞ്ഞ ഒരു നോഡ് എനിക്കുണ്ട്. ഓക്കെ, എക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, y ഈസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് എക്സ്, y ആണ് എക്സിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്. ഓക്കെ, ആൻഡ് z ഈസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് y. എക്സിൻ്റെ ഇസഡ് എന്ന് പറയുന്നത് വൈയുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, ദെൻ ഞാൻ ഈ എക്സിനെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. എക്സിനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഈ ഇപ്പം എക്സിലാണ് നമുക്ക് വേണ്ടി ഇൻബാലൻസ് വന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ആഫ്റ്റർ ഡിലീഷൻ ദ എക്സ് എന്ന് പറഞ്ഞ നോഡിൽ എന്ത് ചെയ്യും, ഇൻബാലൻസ് വന്നു, അതായത് ബാലൻസ് ഫാക്ടർ 2 ആയെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യേണ്ടത്, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ RR റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഇതിനെ RR റൊട്ടേഷൻ ചെയ്യണം. അപ്പോൾ ഇതിന് RR റൊട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, RR റൊട്ടേഷൻ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ നേരെ ഡിസ്കസ് ചെയ്തിട്ട് ആ ഫിഗർ നോക്കിയിട്ട് RR റൊട്ടേഷൻ എന്താണെന്ന് നോക്കണം. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ ഇഫ് y ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് എക്സ്, അതായത് നമ്മുടെ ട്രീ ഒരു നോഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന നോഡിലായിരിക്കും, ബാക്കി വരുന്ന ട്രീയിലായിരിക്കും ഇംബാലൻസ് വരുന്നത്. അപ്പോൾ ഇംബാലൻസ് വരുവാണെങ്കിൽ ആ ട്രീയുടെ ഇംബാലൻസ് ഏത് നോഡിലാണോ വരുന്നത് ആ നോഡ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നോർമൽ ആക്കുക, ബാലൻസ് ഫാക്ടർ കറക്റ്റ് ആക്കുക. അടുത്ത സ്റ്റെപ്പ്, ഇഫ് y ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് എക്സ്, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ നോഡിലാണ് ആഫ്റ്റർ ഡിലീഷൻ ഇംബാലൻസ് വന്നതെന്നിരിക്കട്ടെ. ആഫ്റ്റർ ഡിലീഷൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ആഫ്റ്റർ ഒരു നോഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എക്സ് എന്ന നോഡിൽ ബാലൻസിങ് ഫാക്ടർ ചേഞ്ച് ആയി, ഇംബാലൻസ് ആയി. അപ്പോൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഇഫ് എക്സ് ഈസ് ദ റൂട്ട് ദാറ്റ് നോഡ്, ദ ബാലൻസ് ഇംബാലൻസ് നോഡ്, ദെൻ y ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് എക്സ്, y ഈസ് the right child of x, y ആണ് റൈറ്റ് ചൈൽഡ് ഓഫ് എക്സ്. ഓക്കെ, ദെൻ z ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് y, z ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് y. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രീയിൽ എക്സിലാണ് ഇംബാലൻസ് വന്നത്, ഇവിടെയാണ് എന്ത് വന്നത്, ബാലൻസ് ഫാക്ടർ 2 ആയെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ബാലൻസ് ഫാക്ടറിനെ കറക്റ്റ് ആക്കാം, ബാലൻസ് ആക്കാം? ദെൻ പെർഫോം LL റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ എന്ത് പെർഫോം ചെയ്യണം, ഈ ഒരു ട്രീയിൽ LL റൊട്ടേഷൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ LL റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഫിഗർ എങ്ങനെ വരുമെന്ന് ഞാൻ ആൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഫിഗർ നോക്കിയിട്ട് നിങ്ങളത് ചെയ്യണം. അപ്പോൾ ആ ഫിഗർ ഓർത്തിരിക്കണം, അതിലാണ് നിങ്ങളുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ്, അതായത് അടുത്തൊരു മെത്തേഡ്, അതായത് അടുത്തൊരു കേസ്.
If y is the left child of x, x എന്ന് പറഞ്ഞ റൂട്ട് നോഡിലാണ് നമുക്ക് ഇംബാലൻസ് വന്നത്. സോ y is the left child of x, y എന്ന് പറയുന്നത് എക്സിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്, ആൻഡ് z be the right child of y, z be the right child of y. ഓക്കെ, ദെൻ പെർഫോം എല്ലാ റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ എക്സിലാണ് എന്ത് വന്നത്, ഇംബാലൻസ് വന്നത്, അതായത് ബാലൻസിങ് ഫാക്ടർ എക്സിൻ്റെ ആണ് 2 എന്ന് പറഞ്ഞ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം, ദെൻ പെർഫോം എല്ലാ റൊട്ടേഷൻ, അതായത് ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ, എല്ലാ റൊട്ടേഷൻ ഓക്കെ ചെയ്യണം. ഇതിൻ്റെ ഈ ഒരു ഫിഗർ വന്നാൽ എല്ലാ റൊട്ടേഷൻ്റെ ഫിഗർ എങ്ങനെയാണെന്ന് ഞാൻ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിൻ്റെ എല്ലാ റൊട്ടേഷൻ വരുന്നതിൻ്റെ ഫിഗർ വരച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല, എക്സാമ്പിൾ പറഞ്ഞുതരാം. അടുത്ത, ഇഫ് വൈ ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് എക്സ്. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ നോഡിലാണ് ഇംബാലൻസ് വന്നത്. ഓക്കെ, സോ വൈ ഈസ് ദ റൈറ്റ് ചൈൽഡ്, വൈ ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് എക്സ്, വൈ. ഓക്കെ, ആൻഡ് ഇസഡ് ഈസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് വൈ, ഇസഡ് ഇവിടെ വരും, ഇസഡ് ഈസ് ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് വൈ. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ വന്നാൽ ദെൻ പെർഫോം RL റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ എക്സിന് വിത്ത് റെസ്പെക്ട് RL റൊട്ടേഷൻ ചെയ്യും, റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡിലീറ്റ് 20 ഫ്രം ദ ഗിവൺ ഏരിയൽ ട്രീ. 20യെ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 20യെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഞാൻ ഈ 20യെ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 20യെ ഡിലീറ്റ് ചെയ്ത് കളയാന്നിരിക്കട്ടെ. ഓക്കെ, 20യെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് വന്നു, ഈ 10ഉം 30ആയിട്ട് അറ്റാച്ച് ചെയ്തു, 10ഉം 30ആയിട്ട് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ട്രീയുടെ ബാലൻസിങ് ഫാക്ടർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഓരോ നോഡിൻ്റെയും ബാലൻസിങ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഈ 10 എന്ന നോഡിൻ്റെ ബാലൻസിങ് ഫാക്ടർ എന്ത് വരും, ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ. ഈ 10 എന്ന് പറഞ്ഞ നോഡിൻ്റെ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ, അപ്പോൾ ഇവിടെ ഒരു ഹൈറ്റ്, ഇവിടെ ഒരു 1 ഹൈറ്റ് വരും, ഇവിടെ എത്ര ഹൈറ്റ് വരും 1, ഇവിടെ എത്ര ഹൈറ്റ് വരും 1. അപ്പോൾ ടോട്ടൽ അതിൻ്റെ ഹൈറ്റ് എത്ര 3. ഓക്കെ, സോ 3 മൈനസ് റൈറ്റിൽ എത്ര ട്രീ ഒരു നോഡല്ലേ ഉള്ളൂ, അപ്പോൾ റൈറ്റിൻ്റെ ഹൈറ്റ് എത്ര, റൈറ്റിൻ്റെ ഹൈറ്റ് 1. ഓക്കെ, സോ 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2. സോ ബാലൻസ് ഫാക്ടറുള്ള 2 വന്നു. സോ 10 എന്ന് പറഞ്ഞ നോഡ് എന്തായി, ഇംബാലൻസ്ഡ് ആയി. ഓക്കെ, സോ ഇനി ഇവിടെ ഇത് നോക്കണം, ഇതിൻ്റെ ഈ 5 എന്ന് പറഞ്ഞ നോഡിൻ്റെ ബാലൻസിങ് ഫാക്ടർ നോക്കണം, 0 ആണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കണം, ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ നോക്കിയിട്ട് നോക്കണം. ഓക്കെ, അതായത് ഇവിടെ 5ൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എത്ര നോഡ്, ഇവിടെ ഒരു നോഡുണ്ട്, അപ്പോൾ ഹൈറ്റ് 1, ഇവിടെ ഒരു നോഡുണ്ട്, ഹൈറ്റ് 1, അപ്പോൾ ടോട്ടൽ 2. ഇനി ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ 5ൻ്റെ, ഇവിടെ ഒരു നോഡുണ്ട്, അവിടെ 1, ഇവിടെ ഒരു നോഡുണ്ട് 1, സോ 2. സോ 2 മൈനസ് 2, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്. അതുപോലെ ഓരോ നോഡിൻ്റെ ഹൈറ്റ് നോക്കുക. അപ്പോൾ 3യുടെ ബാലൻസിങ് ഫാക്ടർ 1 വന്നു, 1ൻ്റെ ബാലൻസിങ് ഫാക്ടർ 0 വന്നു, 6ൻ്റെ ബാലൻസിങ് ഫാക്ടർ 0 വന്നു, 8ൻ്റെ ബാലൻസിങ് ഫാക്ടർ 0 വന്നു, 7ൻ്റെ ബാലൻസിങ് ഫാക്ടർ 0 വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രശ്നം ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കേസിലെ പ്രശ്നം വന്നിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്താ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കണ്ട, എക്സ് എന്ന നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റും റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റും കമ്പയർ ചെയ്യണം. ഓക്കെ, അതായത് ഈ എക്സിൻ്റെ, ഈ എക്സ് എന്ന് പറഞ്ഞ നോഡ് ഇവിടെ ആണല്ലോ, 10ലാണോ ഇംബാലൻസ് വന്നത്. ഈ 10ൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് നോക്കണം, റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് നോക്കണം. ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 3യും റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1ഉം ആണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ എന്ത് ചെയ്യണം, എക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ആണ് വലുതെങ്കിൽ എക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ഇത്, റൈറ്റ് സബ് ട്രീ ഇത്. എക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ആണ് വലുതെങ്കിൽ, ഓക്കെ, സോ എക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ആണ് ലാർജ് എങ്കിൽ എന്ത് ചെയ്യണം, എങ്കിൽ വൈ എന്നത് എക്സിൻ്റെ ലെഫ്റ്റിലെ നോഡായിരിക്കും. ഓക്കെ, വൈയുടെ വാല്യൂ എന്തായിരിക്കും, എക്സിൻ്റെ ലെഫ്റ്റിലെ നോഡായിരിക്കും. സോ ഈ ഒരു കേസിൽ എക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ആണ് വലുത്, അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്, അതായത് 5 ആയിരിക്കും. ഓക്കെ, ഇൻ ദിസ് കേസ് 10, അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് കിടക്കുന്ന 5, ലെഫ്റ്റ് സബ് ട്രീ അല്ലേ വലുത്. ഓക്കെ, അതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു 5. ഇനി ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇസഡ് എന്ന് പറഞ്ഞാൽ വൈയുടെ ലെഫ്റ്റ് ചൈൽഡ് ആയിരിക്കും ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ വൈയുടെ ലെഫ്റ്റ് ചൈൽഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. If y is the left child of x and z is the left child of y, then perform RR rotation with respect to x. നമ്മുടെ ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നത്, RR റൊട്ടേഷൻ. എന്തുകൊണ്ടാണ് RR റൊട്ടേഷൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള നോഡ് 10,
അതിന് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന നോഡാണ് 5. അതാണ് വൈ. ഓക്കെ, വൈയെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വൈയുടെ ലെഫ്റ്റ് ചൈൽഡായാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇസഡ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസ് വരുവാണെങ്കിൽ ട്രീയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് RR റൊട്ടേഷൻ. ഇനി ഇതിനെ RR റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗർ വന്നാൽ ഇതിനെ RR റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫിഗർ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം നിങ്ങൾ ആ ഫിഗർ ഒബ്സർവ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ റൊട്ടേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ 10, 5, 3 10, 5, 3. ഓക്കെ, അപ്പോൾ ഇതിന് RR റൊട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? RR റൊട്ടേഷൻ്റെ കണ്ടീഷൻ എന്താണ്? റൈറ്റ് RR റൊട്ടേഷൻ മീൻസ് സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ. അപ്പം ഇവിടെ 10, 5, 3 ഉണ്ട്. ഓക്കെ, 10, 5, 3. ഇതിനെ RR റൊട്ടേഷൻ ചെയ്യുമ്പം നടുക്ക് കിടക്കുന്ന 5നെ എടുത്ത് ഇവിടെ എഴുതുക. ഓക്കെ, എന്നിട്ട് 5നേക്കാട്ടി ലെസ് ആണല്ലോ 3, അപ്പോൾ 3 ഇവിടെ കൊടുക്കുക, 10 എടുത്ത് ഇവിടെ കൊടുക്കുക. ഇതാണ് അതിൻ്റെ RR റൊട്ടേഷൻ. അപ്പോൾ RR റൊട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് ഇത്. ഓക്കെ, 5, 3, 10. ഓക്കെ, നേരത്തെ എങ്ങനെയായിരുന്നു? ഇംബാലൻസ് ആയപ്പോൾ ഇങ്ങനെയായിരുന്നു ഫിഗർ. 10, 5, 10 ഇവിടെ റൂട്ട് നോഡായിട്ട് കൊടുത്തു, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5 കൊടുത്തു, റൈറ്റ് സൈഡിൽ 30 കൊടുത്തു. ഇങ്ങനെയായിരുന്നു ഫിഗർ. ഇതിന് RR റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഈ ട്രീ എന്തായിട്ട് മാറി? ഇങ്ങനായിട്ട് മാറി. 5 ഇവിടെ വന്നു, റൂട്ട് നോഡായിട്ട് വന്നു, 5ൻ്റെ റൈറ്റിൽ 10 വന്നു. ഓക്കെ, എന്നിട്ട് 10ൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ കിടക്കുന്ന പാർട്ടെല്ലാം എന്താണ്? 30 ആണ്. ഓക്കെ, ആ 30 എന്താണ്? 10ൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ, അതിനുശേഷം 5ൻ്റെ ലെസ് ആയിട്ടുള്ളതെല്ലാം ഇവിടെ എഴുതുക, പിന്നെ 5നേക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ളതെല്ലാം 10ൻ്റെ ലെഫ്റ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഡിലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ 20 ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള AVL ട്രീ. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബാലൻസിങ് ഫാക്ടർ ചെക്ക് ചെയ്യുക. 5ൻ്റെ ബാലൻസ് ഫാക്ടർ -1, ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ. ഓക്കെ, ഇവിടെ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ എത്ര വരും? ഇതാണ് നമ്മുടെ റൂട്ട് നോഡ്. ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ എത്ര വരും? ഇവിടെ ഹൈറ്റ് 1, ഇവിടെ ഹൈറ്റ് 1, ഇവിടെ ഒരു 1, ഹൈറ്റ് 1. സോ ടോട്ടൽ ഹൈറ്റ് 2 ലെഫ്റ്റ് സബ് ട്രീയുടെ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഹൈറ്റ് 1, ഇവിടെ ഒരു ഹൈറ്റ് 1, ഇവിടെ ഒരു ഹൈറ്റ് 1. സോ ടോട്ടൽ 3. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ 2 മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ 3 ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ -1 വന്നു. അങ്ങനെ ഓരോന്നിൻ്റെയും ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വരും. ഓക്കെ, അതായത് 8ൻ്റെ ബാലൻസ് ഫാക്ടർ 0, 6ൻ്റെ ബാലൻസ് ഫാക്ടർ 0, 1ൻ്റെ ബാലൻസ് ഫാക്ടർ 0, 3യുടെ ബാലൻസ് ഫാക്ടർ 1, അങ്ങനെ ബാലൻസ് ഫാക്ടർ വരും. ഓക്കെ, അതിനുശേഷം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിലീറ്റ് 32. അടുത്തൊരു ഹോംവർക്കാണ്. നിങ്ങൾ ഇതിനകത്തുനിന്ന് ഡിലീറ്റ് 32 ഫ്രം ദ ഗിവൺ AVL ട്രീ. അതായത് 32 ഇവിടെ കിടക്കുന്നത്, 32 ഇവിടെയാണ് കിടക്കുന്നത്. ഇതിനകത്തുനിന്ന് 32നെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അത് ഹോംവർക്കായിട്ട് ചെയ്യണം. അപ്പോൾ 32നെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പം ഈ നോഡ് എന്ത് ചെയ്യും? ഇവിടെ വരും. അതിനുശേഷം ഇതിൻ്റെ എല്ലാം ബാലൻസ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. ബാലൻസ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് എവിടെയാണോ ഇംബാലൻസ് വരുന്നത് ആ ഇംബാലൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഏത് കണ്ടീഷനാണ്? AVL ട്രീ ഡിലീഷൻ്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അതനുസരിച്ച് എക്സും വൈയും ഇസഡും സെറ്റ്. എക്സ് ഉണ്ട്, എക്സ് എന്ന് വെച്ചാൽ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള റൂട്ട് നോഡ്, അത് വെച്ചിട്ട് വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അതിനുശേഷം എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ അതിനകത്ത് തന്നിട്ടുണ്ട്. ആ റൊട്ടേഷനെ സെലക്ട് ചെയ്തെടുക്കുക. LR റൊട്ടേഷൻ ആണോ, RR റൊട്ടേഷൻ ആണോ, RL റൊട്ടേഷൻ ആണോ എന്ന് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ലീഫ് നോഡിലെ എലമെൻറ്റിനാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, ലീഫ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ അതിൻ്റെ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്തിട്ട്, അതായത് എല്ലാ നോഡിൻ്റെയും ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്തിട്ട് ഇംബാലൻസ് ആവുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.